ഇന്നൊരു സൺഡേ ആണ്. സൺഡേസ് രാവിലെ പള്ളിയിൽ പോകാറുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഇന്നും ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോകണേണ് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ രാവിലെ 6:30ക്കാണ് കുർബാന. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ പള്ളിയിലെത്തിയേ. ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അമിനേക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയുള്ളൂ കേട്ടോ. സൺഡേസ് ആയത് കാരണം അവൻ കുറച്ച് അധികം നേരം കിടന്നുറങ്ങി. അങ്ങനെ കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തി അമിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കുറച്ച് നേരം അവൻ്റെ കൂടെ കിടന്ന് കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റ് വന്നത്. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മി അവരുടെ കൂടെ പോയി. അപ്പോൾ പിന്നെ ഇവനെ ഞങ്ങളിങ്ങോട്ട് എടുത്തു കേട്ടോ. ഇപ്പോൾ പോകുന്നത് ആ സ്കൂട്ടർ കൊണ്ടേ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരുമിച്ച് തിരിച്ച് നമ്മുടെ വണ്ടിക്ക് ഇങ്ങോട്ട് വരും. വരുന്ന വഴിക്ക് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിക്കണം. വരുന്ന വഴിക്കൊക്കെ പള്ളി കഴിഞ്ഞ് വരുന്നുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ. ആ തിരക്കായിരുന്നു റോട്ടിൽ. അങ്ങനെ നമ്മൾ കറിക്കൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് പോവുകയാണ്. ഇന്ന് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പയ്യെ എല്ലാം ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു. കംപ്ലീറ്റ്ലി നമുക്ക് റിലാക്സ് ആയിട്ട് എല്ലാം ചെയ്യാം, വലിയ ഹറിബറി ആയിട്ടൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പിള്ളേരെ ഉറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ അമ്മിമോനെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേനും മേഘ 2 മിഠായിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ 4 പേരും കൂടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വന്നാൽ നമുക്കൊരു ലോഡഡ് ഫ്രൈസ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കഴിച്ച് നല്ലൊരു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ. ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.